സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. എന്നെ ദുഃഖിപ്പിക്കുന്നവർ ആരെങ്കിലുമുണ്ടോ? എന്നെ ദുഃഖിപ്പിക്കുന്നവരായി ആരുമില്ല എന്ന് പറയുന്നവർ ജീവിച്ചിരിക്കുന്നവരാണോ എന്നാണ് എൻ്റെ സംശയം. നിന്നെ ആരും ശല്യം ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ശല്യം ചെയ്യില്ലേ? ചെയ്യുകില്ലേ? നിന്റെ ഭർത്താവ് സമാധാനം കെടുത്തില്ലേ? നിന്റെ ഭാര്യ സമാധാനം കെടുത്തില്ലേ? പറയൂ, എന്താണ്? നിങ്ങളെ ശല്യം ചെയ്യുന്നവരെ നിങ്ങൾ ശല്യം ചെയ്യുന്നുണ്ടോ? നിങ്ങളെ ആരെങ്കിലും ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ നല്ല വ്യക്തികളാണെന്നാണ് അർത്ഥം. നിങ്ങളെ ശല്യം ചെയ്യുമ്പോൾ നിങ്ങളത് സഹിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഹൈ എന്ന് പറയുകയാണെങ്കിൽ തിരിച്ചു പോയേനെ. എന്തുകൊണ്ടാണ് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? നിങ്ങൾക്കൊരുപാട് സ്നേഹമുള്ളത് കൊണ്ടാണ്. നിങ്ങൾ സഹിക്കുന്നത് കൊണ്ടാണ് എപ്പോഴും നിങ്ങളെ ശല്യപ്പെടുത്തുന്നത്. ദുഃഖിപ്പിക്കുന്ന സമയത്ത്, ശല്യം ചെയ്യുന്ന സമയത്ത്, കഷ്ടപ്പെടുത്തുന്ന സമയത്ത് സഹിക്കുക എന്നതാണ് യേശുക്രിസ്തു നമുക്ക് പഠിപ്പിച്ചു തന്നത്. യേശുക്രിസ്തുവിനെ ദുഷിച്ചോ ഇല്ലയോ, കഷ്ടപ്പെടുത്തിയോ ഇല്ലയോ, ഉപദ്രവിച്ചോ ഇല്ലയോ, അപമാനിച്ചോ ഇല്ലയോ, ദുഃഖിപ്പിച്ചോ ഇല്ലയോ, മുഖത്ത് തുപ്പിയോ ഇല്ലയോ, അവനെ വേദനിപ്പിച്ചോ ഇല്ലയോ? ഒരു നിമിഷം ചിന്തിക്കൂ. നാം അനുഭവിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടി അവൻ ദുഃഖം അനുഭവിക്കുവാനിടയായി, ഉപദ്രവിക്കപ്പെടുവാനിടയായി. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. നിങ്ങളും ഇത് ശീലിക്കൂ. നിങ്ങൾക്ക് കഷ്ടതയുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ വലിയ കാര്യം എന്താണ്? നിങ്ങളെ വെറുക്കുന്നവരെയും നിങ്ങൾ സ്നേഹിക്കുക. നിന്റെ ശത്രുക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്. എല്ലാ വിശ്വാസികളും, എല്ലാ ക്രിസ്ത്യാനിയും ഏറ്റവും ആദ്യം പ്രാർത്ഥനയാണ് പഠിക്കേണ്ടത്. എനിക്ക് പ്രാർത്ഥിക്കുവാൻ അറിയാം എന്ന് പറയുന്നവർ ഹല്ലേലൂയ പറയൂ. ഏത് പ്രാർത്ഥനയാണത്? സ്വർഗീയ പ്രാർത്ഥനയാണോ? 4 വാക്കിലുള്ള പ്രാർത്ഥന അല്ല, 5 മിനിറ്റ് ചെയ്യുന്നതായ പ്രാർത്ഥനയല്ല. ചില സമയത്ത് നമ്മുടെ സഹോദരന്മാരോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ 10 മിനിറ്റ് പ്രാർത്ഥിക്കുന്നത് കാണാം. അത് കഴിഞ്ഞ് ചോദിക്കാൻ പറയും പ്രാർത്ഥന കഴിഞ്ഞു പോയെന്ന്. പ്രാർത്ഥന കഴിഞ്ഞു പോയെന്നോ? പ്രാർത്ഥനയ്ക്ക് അവസാനമില്ല. പ്രാർത്ഥന നാം തുടങ്ങിയാൽ പിന്നെ അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്നാണ് പറഞ്ഞത്. കണ്ണടച്ചുകൊണ്ട് മുഴങ്കാൽ മടക്കി കുറച്ച് സമയം നാം പ്രാർത്ഥിക്കും. എന്നാൽ നീ മുഴങ്കാലിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷവും കർത്താവിനോട് നിന്റെ ഹൃദയത്തിൽ സംസാരിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. നിന്റെ ദൈവവുമായിട്ട് നിനക്കൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. എൻ്റെ ചിന്തകളെല്ലാം പ്രാർത്ഥനയാണെന്നാണ് ഒരു ദേവദാസൻ പറഞ്ഞത്. എന്താണ്? എൻ്റെ ചിന്തകൾ എല്ലാം പ്രാർത്ഥനകളാണ്. കഷ്ടത വന്നാൽ എന്തു ചെയ്യണം? പറയൂ. നാം പ്രാർത്ഥിക്കണം. എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? ഏതു സമയത്തും പ്രാർത്ഥിക്കാം, എവിടെ ഇരുന്നും പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. പ്രാർത്ഥിക്കുവാൻ ഒരു പ്രത്യേക സമയം ആവശ്യമില്ല. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേകമായ വസ്ത്രം ആവശ്യമില്ല. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേകമായ മുറിയിലേക്ക് ചെന്നിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടതായ ആവശ്യമില്ല. നീ എവിടെയായിരിക്കുന്നുവോ അവിടെ, നീ മുഴങ്കാൽ മടക്കിയാൽ നിന്റെ ദൈവം അവിടെ ഉണ്ട്. അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും. കഷ്ടതയുള്ളവരെല്ലാം ഹല്ലേലൂയ പറയൂ. ഈ ദിവസം മുതൽ കഷ്ടതയുള്ള എല്ലാ ആളുകളും പ്രാർത്ഥിക്കുമാറാകട്ടെ. 2ാമത്തെ വാക്യം വായിക്കാം, നോക്കൂ. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. സുഖം അനുഭവിക്കുന്നവൻ എന്താണ് പറയുന്നത്? പാട്ടുപാടട്ടെ. എന്തു ചെയ്യണമെന്നാണ്? എത്ര പേർ പാട്ട് പാടാറുണ്ട്? ചർച്ചിലല്ല, വീടുകളിൽ. വീട്ടിൽ എത്ര പേർ പാട്ടുകൾ പാടാറുണ്ട്? നിങ്ങളുടെ മനസ്സിൽ ആസ്വദിച്ചുകൊണ്ട് ജീവനദിനി കൊള്ളാം, നല്ല പാട്ടുകാരാണല്ലോ നിങ്ങളെല്ലാം. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഈ കാലത്ത് എല്ലാവരും പാട്ട് കേൾക്കുകയാണ്, പാട്ട് പാടുന്നില്ല. പാട്ട് കേൾക്കുന്നത് എത്രയോ പ്രധാനമാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളായിരിക്കുന്ന നാം പാട്ടുകൾ പഠിച്ച് അത് പാടുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്.
ഈ പാട്ട് ഞങ്ങളുടെ ചർച്ചിൽ പാടുന്നത് അല്ല, ഈ പാട്ട് ഞങ്ങളുടെ ദൈവദാസൻ എഴുതിയതല്ല എന്ന് വിചാരിക്കുവാൻ പാടില്ല. ഏത് പാട്ടാണെങ്കിലും, ഏത് വ്യക്തി എഴുതിയതാണെങ്കിലും, യേശുവിനെ കുറിച്ചുള്ള പാട്ടാണെങ്കിൽ അത് പാടണം. എന്താണ്? നാം ഏതെങ്കിലും കച്ചേരിക്ക് പോവുകയാണെങ്കിൽ തന്നന്ന എന്ന് പാടുമ്പോൾ നാം എന്ന് വെക്കാം, നമുക്ക് പാടാൻ കഴിയുകയില്ല. എന്നാൽ ആത്മീയ ഗീതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നാം അതൊരാൾ പാടുമ്പോൾ ഇങ്ങനെ കേട്ടിരിക്കുന്നതല്ല, നാം അത് പാടണം, നാം ഏറ്റുപാടണം. ഞാൻ നല്ലവണ്ണം പാടുന്നതായ ഒരു വ്യക്തിയൊന്നുമല്ല, എന്നാൽ എല്ലാ പാട്ടും എനിക്കിഷ്ടമാണ്. എല്ലാ പാട്ടും ഞാൻ പാടും, അത് ഞാൻ പഠിക്കുകയും ചെയ്യും. ഒരു തവണ കേൾക്കും, ഒരു തവണ പതിയെ പാടും, മൂന്നാമത്തെ തവണ ഉറക്കെ പാടുവാനും കഴിയും. അത്രയേ ഉള്ളൂ. ഒരു പാട്ട് പഠിക്കാൻ നമുക്ക് എത്ര സമയം വേണം? ഒരിക്കൽ ശ്രദ്ധിച്ച് കേൾക്കുക, രണ്ടാമത്തെ തവണ ഒരുമിച്ച് പാടുക, മൂന്നാമത്തെ തവണ നിങ്ങൾക്ക് തന്നെ പാടുവാനായിട്ട് കഴിയും. പാട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ ആ സാഹചര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ പാട്ട് പാടുന്നതായ സമയത്ത്, നിങ്ങൾ ആ ജോലി ചെയ്യുന്ന സമയത്താകട്ടെ, യാത്ര ചെയ്യുന്ന സമയത്താകട്ടെ, സങ്കടത്തിലിരിക്കുന്ന സമയത്താകട്ടെ, ആ പാട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന് നല്ല സന്തോഷമുണ്ടാകും. ഈ സമയത്ത് ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കുക, യഥാർത്ഥമായ പാട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടോ? നമ്മുടെ യേശുക്രിസ്തു ഒരു പാട്ട് പോലും എഴുതിയിട്ടില്ല, ഒരു പാട്ട് പോലും അവൻ പാടിയിട്ടുമില്ല. എന്നാൽ യേശുവിനെക്കുറിച്ചുള്ളതായ പാട്ടുകൾ ഇന്ന് എത്രയുണ്ടെന്നറിയാമോ നിങ്ങൾക്ക്? കോടിക്കണക്കിന്, എത്രയോ ആളുകൾ, എത്രയോ ഭാഷകളിൽ, എത്രയോ വാദ്യോപകരണങ്ങൾ വെച്ച് അനേകർ പാടുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ഹൃദയത്തിലെ ഭാരം മാറിപ്പോകണമെന്നുണ്ടെങ്കിൽ അതിന് നല്ല ഒരു പാട്ട് മതിയാകും. ശൗലിനെ ദുരാത്മാവ് ബാധിച്ചു. ദുരാത്മാവ് ബാധിച്ചപ്പോൾ, രാജാവിനെ ദുരാത്മാവ് ബാധിച്ചപ്പോൾ ഒരുപാട് ചികിത്സകൾ ചെയ്യുവാൻ കഴിയുന്നതാണ്. ഏതൊക്കെ ചികിത്സയാണ്? അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി, അങ്ങനെ എല്ലാ രീതികളിലും പരീക്ഷിച്ചു. എന്നാൽ ആ രോഗം മാറിയില്ല. ആ രോഗം എന്താണെന്ന് വെച്ചാൽ, ശൗലിന് വന്ന രോഗം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ്റെ ഹൃദയത്തിൽ അസൂയയ്ക്ക് ഇടം നൽകി, അവൻ്റെ മനസ്സിൽ ദൈവം ചെയ്തതായ നന്മകളെല്ലാം മറന്നിട്ട് അവന് ഒരു രീതിയിലുള്ളതായ വിഷാദം ഉണ്ടായി. ആത്മാവിലൊരു വലിയ നിരാശയുമായിട്ട് അവനെ ഭൂതം ബാധിക്കുന്ന സമയത്തെല്ലാം രാജാവേ, എന്തു വേണം രാജാവേ? ആഹാരം കഴിക്കുന്നു, ഉറങ്ങാൻ കിടക്കണോ, നൃത്തക്കാരെ കൊണ്ടുവരണോ, മ്യൂസിക് വെക്കട്ടെ, എന്താ വേദന എടുക്കുന്നുണ്ട്, ഇതെന്തൊരു രോഗമാണ് ദൈവമേ! അവർക്കൊന്നും മനസ്സിലാകാതെ അവസാനം ആരെയാണ് വിളിച്ചുകൊണ്ടുവന്നത്? ആരെയാണ് വിളിച്ചുകൊണ്ടുവന്നത്? കിന്നര വായനയിൽ നൈപുണ്യമുള്ളതായ ഒരു വ്യക്തി, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവൻ, പാട്ടുപാടിക്കൊണ്ട് കർത്താവിനെ സ്തുതിച്ചിരുന്നവൻ. ദാവീദ് വന്ന് കിന്നരം വായിച്ച സമയത്ത് ശൗലിൽ ഉണ്ടായിരുന്നതായ ദുരാത്മാവ് അവനെ വിട്ടിട്ട് ദൈവത്തെ സ്തുതിക്കുക, എല്ലായ്പ്പോഴും ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ സ്തുതിക്കുക, എല്ലായ്പ്പോഴും ദൈവത്തെ സ്തുതിക്കുക എന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോൾ എന്ന് ചിരിക്കുമായിരുന്നു. എന്നാണ് ചെറുപ്പത്തിൽ കുട്ടികൾ കരയുമ്പോൾ അമ്മമാർ പാട്ടുപാടുമായിരുന്നു. എന്നാൽ ഇന്ന് പാട്ട് പാടില്ല. എന്താണ് കൊടുക്കുന്നത്? ഇതങ്ങോട്ട് കൊടുക്കും. എന്താണ്? സെൽഫോണ്, ഐഫോണ് കയ്യിലോട്ട് അങ്ങോട്ട് കൊടുക്കും. വീഡിയോ കണ്ടോ എന്ന് പറയും. കൊച്ചുകുട്ടികൾ നേരത്തെ കരയുമ്പോൾ രാരീരം 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 എൻ കുഞ്ഞുറങ്ങിക്കോ, എൻ കുഞ്ഞുറങ്ങി, ചക്കരക്കുഞ്ഞ് കിടന്നുറങ്ങിക്കോ എന്ന് പാട്ട് പാടുമായിരുന്നു. എന്നാൽ ഇന്നത്തെ കുട്ടികൾ കരയുമ്പോൾ അവർ എന്താണ് ചെയ്യുന്നത്? പാടുകയില്ല. ഇക്കാലത്ത് നോക്കൂ, മനുഷ്യനെ പാട്ടുപാടി ആശ്വസിപ്പിക്കാൻ ആരുമില്ല. മനുഷ്യനെ ശല്യം ചെയ്യുന്നവർ മാത്രമേ ഉള്ളൂ. എപ്പോൾ നോക്കിയാലും നമ്മുടെ വായിൽ നിന്ന് മറ്റുള്ളവരുമായിട്ടുള്ള കുറ്റപ്പെടുത്തുകൾ, വിമർശനം, പരാതികൾ, വഴക്ക്, വെറുപ്പിക്കല്, ദുഷിക്കൽ, കുറ്റം പറയുന്നത്, കളിയാക്കല്, നിന്ദിക്കുന്നത്, ഇതെല്ലാം കൊണ്ട് ഹൃദയം നിറഞ്ഞിരിക്കുന്നു. അത് കണ്ട് പിശാച് കൈയടിക്കുകയാണ്. അവന് ഒരുപാട് സന്തോഷമുണ്ട്. നിന്റെ ഹൃദയത്തിൽ സങ്കടമുണ്ടെങ്കിൽ, നിന്റെ ഹൃദയത്തിൽ ദുഃഖം ഉണ്ടെങ്കിൽ, നിന്റെ മനസ്സിൽ വേദനയുണ്ട് എങ്കിൽ, നിന്നെ പിശാച് പ്രേരിപ്പിച്ചിട്ട്, നിന്നെ പ്രോത്സാഹിപ്പിച്ചിട്ട് നിന്റെ ജീവിതം അവസാനിപ്പിക്കുവാനോ, ജീവിതത്തിൽ ദുഃഖത്തോടെ വേദനയോടെ കഴിയുവാനോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കെതിരായി പ്രവർത്തിക്കുവാനോ നിന്റെ ജീവിതത്തിൽ സാത്താൻ സ്വാധീനിക്കും. യഥാർത്ഥമായ സന്തോഷം സിനിമാ ഹാളുകളിലല്ല,
യഥാർത്ഥമായ സന്തോഷം സിനിമാ പാട്ടുകളിൽ കൂടിയല്ല. ഈ കാലത്ത് നമ്മെ ആവേശം കൊള്ളിക്കുന്നതായ ഒരുപാട് പാട്ടുകൾ കേൾക്കുവാൻ കഴിയും. ശരീരം കൊണ്ട് നൃത്തം ചെയ്യുന്നതായ പാട്ടുകൾ കേൾക്കുവാൻ കഴിയും. എന്നാൽ ഹൃദയത്തെ മാറ്റുന്നതായിട്ടുള്ള പാട്ട്, ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതായ പാട്ടുകൾ, ഹൃദയത്തിന്റെ ഉള്ളിൽ സന്തോഷം ജനിപ്പിക്കുന്നതായ പാട്ടുകൾ, മനസ്സിൽ ഉയർന്നു വരുന്നതായ ദൈവത്തിന്റെ അനുഗ്രഹത്തോട് കൂടിയതായിട്ടുള്ള പാട്ടുകൾ, അങ്ങനെ ആശ്വാസം നൽകുവാൻ കഴിയുന്നതായ പാട്ടുകൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു വലിയ ചൂരൽവടി കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ടപ്പേ 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 എന്നടിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും? പറയുക. നിങ്ങൾ പാട്ട് പാടുമോ അതോ കരയുമോ? പാട്ട് പാടുമോ അതോ ഓടിപ്പോകുമോ? പറയൂ, യഥാർത്ഥ ക്രിസ്ത്യാനികൾ ആരാണ്? യഥാർത്ഥമായി പാട്ട് പാടുന്നവർ ആരാണ്? യഥാർത്ഥമായി കർത്താവിൽ വിശ്വസിക്കുന്നവർ ആരാണെന്ന് നിങ്ങൾക്കൊരു ശിക്ഷ ലഭിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. പൗലോസിനെയും ശീലാസിനെയും ഒരുപാട് ദണ്ഡിപ്പിച്ച് തടവറയിൽ അടയ്ക്കാനിടയായി. കൈകളും കാലുകളും ബന്ധിച്ചിട്ട് ചങ്ങല കൊണ്ട് കെട്ടുവാൻ ഇടയായി. യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞതിന് ശരീരം മുഴുവൻ അടിച്ച് ചോര വരുത്തുവാൻ ഇടയായി. തടവിൽ കിടക്കുമ്പോൾ പൗലോസും ശീലാസും എന്താണ് ചെയ്തത്? ഞങ്ങളെ തല്ലിയവന്മാരുടെ കൈകൾ ഒടിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞോ? എന്താണ് അവർ ചെയ്തത്? ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാട്ടുകൾ പാടി സ്തോത്രം ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുവാനിടയായി. പ്രാർത്ഥനയും പാട്ടുകളും, പാട്ടുകളും പ്രാർത്ഥനയും. ചില സഭകളിൽ എപ്പോഴും പാട്ടുകളാണ്. ഏതു സമയത്തും പാട്ടാണ്. ഏതു സമയത്തും പാട്ടുകളാണ്. ചില സഭകളിൽ നോക്കിയാൽ എപ്പോഴും പ്രാർത്ഥനയോടെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന മാത്രമാണ്. നോക്കുമ്പോൾ കരച്ചിലാണ്. ചില ആളുകൾക്ക് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ തന്നെ വെറുതെയാണ്, കരച്ചിലൊന്നുമില്ല. ടോണും ശബ്ദവും ഒക്കെ മാറ്റുകയായിരിക്കും ചെയ്യുന്നത്. കരച്ചിൽ വന്നില്ലെങ്കിൽ അല്പം തുപ്പലെടുത്തുകൊണ്ട് ഇതെന്തൊരു പ്രാർത്ഥനയാണ്? പാപം ചെയ്യുകയാണെങ്കിൽ പശ്ചാത്തപിക്കുകയും കണ്ണുനീരൊഴുക്കുകയും ചെയ്യുക. അല്ലാതെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മുഴുവൻ കണ്ണുനീരല്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ബലം പ്രാപിക്കുകയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അപേക്ഷയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശക്തിയെ പ്രാപിക്കുകയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതാണ്. പ്രാർത്ഥന എന്നത് പിശാചുമായിട്ടുള്ള യുദ്ധമാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പിശാചിനെ ചവിട്ടുന്നതാണ്. പ്രാർത്ഥിക്കുന്നതായ വിശ്വാസിയെ കാണുമ്പോൾ പിശാച് ഞെട്ടിവിറയ്ക്കുവാനിടയാകും. നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം, പാട്ടുകളും ഉണ്ടായിരിക്കണം. കർത്താവിനെ സ്തുതിക്കണം. അത് തനിയെ നിന്റെ ഹൃദയത്തിൽ നിന്ന് വരണം. ദുഃഖത്തിന് നടുവിലും കർത്താവിനെ സ്തുതിക്കണം. സങ്കടത്തിലും നിനക്ക് പാടുവാൻ കഴിയണം. ദുഃഖത്തിലും പാടുവാൻ കഴിയുന്ന ചില പാട്ടുകളുണ്ട്. എനിക്കിഷ്ടമാണത്. അത് എത്രമാത്രം ഹൃദയത്തെ ടച്ച് ചെയ്യുമെന്നറിയാമോ? ആ പാട്ടുകൾ പാടുമ്പോൾ ഹൃദയം അലിഞ്ഞു പോകുവാനിടയാകും. വലിയ ആശ്വാസം നമുക്ക് ലഭിക്കും. ആ രാത്രിയിൽ പൗലോസും ശീലാസും പാട്ട് പാടുമ്പോൾ അവിടെ വാദ്യോപകരണങ്ങൾ വായിക്കുവാൻ ആരും തന്നെയില്ല. തടവറയിൽ കിടന്ന് അവിടെ പാടുന്നതായ സമയത്ത് ഭൂകമ്പമുണ്ടാകുവാനിടയായി. തടവറയുടെ വാതിലുകൾ പൊളിഞ്ഞുപോയി. ബന്ധനങ്ങൾ അഴിഞ്ഞുപോയി. വാതിലുകൾ തുറന്നു കിടക്കുന്നു. ബന്ധിക്കപ്പെട്ട കൈകളിൽ താളം പിടിച്ചുകൊണ്ട് അവർ പാട്ടുപാടുമ്പോൾ ദൈവത്തെ സ്തുതിക്കുക, ഡും 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 കലകലകൽ കലകലകൽ. എന്താണ്? ആ ചങ്ങലകൾ കൊണ്ട് അവർ പാടുന്ന സമയത്ത് ട്രെന്ന് പറഞ്ഞ ഊരിപ്പോകുവാനിടയായി. വാതിലുകൾ ട്രെന്ന് പറഞ്ഞ തുറക്കുവാനിടയായി. അതെല്ലാം ബേസിക് ഗിറ്റാറിനെ പോലെ മ്യൂസിക് വരുവാൻ ഇടയായി. ആ പാടിയ ശബ്ദം കാരണം അവിടെ ഭൂകമ്പം ഉണ്ടായി. അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. കാരാഗ്രഹത്തിൽ കിടക്കുന്നവരോട് പൗലോസും ശീലാസും പ്രസംഗിച്ചില്ല. അവരെന്താണ് ചെയ്തത്? എന്തു ചെയ്തെന്നറിയാമോ? പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നതായ കൊലപാതകികളും മോഷ്ടാക്കളും വഞ്ചകന്മാരും വ്യഭിചാരികളും മാനസാന്തരപ്പെട്ടു. എനിക്കെങ്ങനെ അറിയാമെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നിട്ടാൽ, തടവറയുടെ വാതിൽ തുറന്നിട്ടാൽ അവിടെ കള്ളന്മാർ നിൽക്കുമോ? കാരാഗ്രഹ പ്രമാണം എന്ന് നോക്കിയപ്പോൾ കാരാഗ്രഹം എല്ലാം തുറന്നു കിടക്കുകയാണ്. എല്ലാവരും ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് കത്തിയെടുത്ത് തന്നെത്താൻ മരിക്കാൻ തുടങ്ങുമ്പോൾ അപ്പോൾ പൗലോസ് പറഞ്ഞു, അരുത്, ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ട്. മാനസാന്തരപ്പെട്ടതായ കള്ളന്മാരായതുകൊണ്ട്, പാട്ടുകേട്ട് മാനസാന്തരം ലഭിച്ചത് കൊണ്ട് അവർ ഓടിപ്പോയില്ല. അന്ന് കാരാഗ്രഹ പ്രമാണിയും രക്ഷിക്കപ്പെടുവാൻ ഇടയായി. ഇന്ന് യേശുവിനെക്കുറിച്ചുള്ളതായ പാട്ടുകൾ മധുരം പോലെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ചില സമയത്ത് നാം പാടുന്നതായ ചില പാട്ടുകളിൽ
ദൈവത്തിൻ്റെ വചനം അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്നത് കാണാം. ആ വചനങ്ങൾ നാം പാട്ടുകളായി പാടുമ്പോൾ അവരുടെ ഹൃദയത്തിൽ പ്രവൃത്തി നടക്കും. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, ക്രിസ്ത്യാനികൾ സംസാരിക്കുന്ന രീതി തന്നെ സംഗീതത്തോടുകൂടി സംസാരിക്കണമെന്നാണ്. ഒരു നിമിഷം നോക്കാം. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം സകല ജ്ഞാനത്തോടും കൂടി ഐശ്വര്യമായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുമാറാകട്ടെ. എന്താണ് പറയുന്നത്? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും കൊണ്ട് ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ ധ്യാനിക്കുക, അവന് സ്തുതിഗീതങ്ങൾ അർപ്പിക്കുക. ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? വീട്ടിൽ ഒരു സംഗീതം പോലെയാണ് ഇടപെടേണ്ടത്. എന്താണ് ചോറ് കഴിക്കുന്നോ? അതുപോലെ എന്താണ് കറി? ഉരുളക്കിഴങ്ങ് കറിയാണ്. ഉരുളക്കിഴങ്ങ് കറി വേണ്ടെന്ന് പറഞ്ഞില്ലേ? സാമ്പാർ ഉണ്ടാക്കട്ടെ. എന്താണ്? സ്നേഹത്തോടെ സംസാരിക്കേണ്ടി വരുമ്പോഴും വഴക്കുണ്ടാക്കേണ്ടി വരുമ്പോഴും പദ്യം തന്നെ ഉപയോഗിക്കണം എന്നാണ്. നിനക്ക് വിവരമില്ലയോ എന്ന് പറയുന്ന പകരം നിനക്ക് വിവരമില്ലേ എന്ന് ചോദിച്ചാലോ? എന്താണ്? നിനക്ക് ബുദ്ധിയില്ലേ? അതെ, എനിക്ക് ബുദ്ധിയില്ല എന്ന് പറയുകയാണെങ്കിൽ വീട്ടിൽ പിശാചിന് ഇടമുണ്ടായിരിക്കുമോ? പറയൂ. കുട്ടികൾ വന്നിട്ട് ഡാഡി, മമ്മി, നല്ല രസമായിരിക്കുന്നല്ലോ, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാൻ പാടില്ലേ? അതല്ലാതെ ഇവിടെ വല്ലതുമുണ്ടോ, കഴിക്കാനില്ലേ, വിശക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ജീവിതം ഒന്നേയുള്ളൂ. അതുകൊണ്ട് കരഞ്ഞുകൊണ്ട് ജീവിക്കരുത്. സന്തോഷത്തോടു കൂടി ജീവിക്കുക, ആനന്ദത്തോടു കൂടി ജീവിക്കുക. നിനക്ക് ദൈവമുണ്ട് എന്നുള്ളതായി വിശ്വാസമുണ്ടെങ്കിൽ, നിന്റെ പ്രാർത്ഥന അവൻ കേൾക്കുമെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ, ലോകം മുഴുവനും നിനക്കെതിരായി തീർന്നാലും ദൈവത്തിന്റെ ഹിതമില്ലെങ്കിൽ നിനക്കൊന്നും സംഭവിക്കില്ല. എന്നാൽ വിശ്വാസമുണ്ടെങ്കിൽ നിനക്കൊരിക്കലും കരയേണ്ട കാര്യമില്ല. നിനക്ക് എത്രമാത്രം സങ്കടങ്ങൾ ഉണ്ടായാലും അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് നീ തകർന്നു പോയാലും ഒരു ക്ഷണം യേശുവിലേക്ക് നീ നോക്കുമ്പോൾ, നോക്കൂ, എത്ര വലിയ ദൈവമാണ് എനിക്കുള്ളത്. ഇത്ര വലിയ ദൈവമുള്ളപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ പ്രശ്നത്തിൽ തകർന്നു പോകേണ്ടി വരുന്നത്? എന്താണ്? നിന്റെ പ്രശ്നം നിന്നെ സംബന്ധിച്ച് വലുതായിരിക്കാം. എന്നാൽ കർത്താവ് നിന്റെ ആ പ്രശ്നത്തെക്കാൾ കോടിക്കണക്കിന് ഇരട്ടി വലിയവനാണ്. അവനെ സ്തുതിക്കുക, അവനെ മഹത്വപ്പെടുത്തൂ, അവന്റെ നാമത്തെ പുകഴ്ത്തിക്കൊണ്ട് അവനിൽ സന്തോഷിച്ചുകൊണ്ട് എല്ലായ്പ്പോഴും ആനന്ദത്തോടെ ആയിരിക്കുക. വീണ്ടും പറയുന്നു, കർത്താവിൽ നിങ്ങൾ എല്ലായ്പ്പോഴും സന്തോഷിക്കുവീൻ. ഇന്ന് നമ്മുടെ സന്തോഷമെന്ന് വെച്ചാൽ എന്താണ്? എന്താണ്? അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സന്തോഷമാണ്. എന്താണ്? നിന്റെ ഹൃദയത്തിൽ നിന്ന് സന്തോഷം വന്നുകൊണ്ടേയിരിക്കണം. വെറുതെ പുഞ്ചിരിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. നിന്റെ ഉള്ളത്തിൽ നിന്ന് ആ സന്തോഷം വന്നുകൊണ്ടേയിരിക്കണം. നിനക്ക് പ്രത്യാശ ഉണ്ടായിരിക്കുമ്പോൾ, ദൈവത്തിൽ വിശ്വാസമുണ്ടായിരിക്കുമ്പോൾ നിനക്ക് ധൈര്യമുണ്ടാകാനിടയാകും. ആനന്ദത്തോടെ ആയിരിക്കും, റിലാക്സ് ആയിരിക്കും, നിനക്ക് സമാധാനത്തോടെ ആയിരിക്കാം. എന്നാൽ ഇന്നുള്ള അനേകം ആളുകളും യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. അവരുടെ ഭാരം അവർ തന്നെ വഹിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങൾ തന്നെ വഹിക്കുന്നു. നിങ്ങൾ സ്വയം വഹിച്ചുകൊണ്ട് തകർന്നു പോകുന്നു. ഈ ദിവസം കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും കഷ്ടതയുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് സന്തോഷമുള്ളപ്പോൾ നിങ്ങൾ പാട്ടുപാടണം. കർത്താവിനെ സ്തുതിക്കുക, കർത്താവിനെ മഹത്വപ്പെടുത്തുക. പാട്ടുകൾ പാടി അവന്റെ നാമത്തെ മഹത്വപ്പെടുത്താം, അവനെ സ്തുതിക്കാം, അവനെ നമുക്ക് ആരാധിക്കാം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും മറ്റുള്ള ആളുകളിൽ ആശ്രയിച്ച് ജീവിക്കുന്നതിന് പകരമായി കർത്താവിന്റെ കരം പിടിച്ചുകൊണ്ട് ഉല്ലസിച്ച് സന്തോഷിച്ച് മുൻപോട്ട് പോകുന്നതായ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് ജീവിക്കുവാൻ കഴിയും. അങ്ങനെയുള്ള ജീവിതം നമുക്ക് എല്ലാവർക്കും കർത്താവ് നൽകുമാറാകട്ടെ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കഷ്ടകാലത്ത് നിന്നിൽ സന്തോഷിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കണമേ അപ്പാ. പാപത്താൽ വരുത്തിവെച്ചതായ കഷ്ടതയാൽ, പാപത്താൽ വരുത്തിവെച്ചതായ രോഗത്താൽ ഈ ദിവസം ആരൊക്കെയാണോ ഇവിടെ കഷ്ടത അനുഭവിക്കുന്നത്, അങ്ങനെയുള്ള ആളുകളെ നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. നീതിമാന്റെ ശ്രദ്ധയോടു കൂടിയതായ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്ന് വചനം പറയുന്നു. ഈ ദിവസം ഇവിടെ ഒരുമിച്ച് ചെയ്യുന്നതായ ഈ പ്രാർത്ഥന
ഞങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ. ഒരിക്കലും പിന്മാറിപ്പോകാതെ നിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും ബലപ്പെടുത്തണമേ. ഞങ്ങളോട് പോരാടിക്കൊണ്ടിരിക്കുന്നതായ ദുരാത്മാവിന്റെ ശക്തികളെ, ദുഷ്ടന്റെ പോരാട്ടങ്ങളെ, മാനസിക ബലഹീനതകളെ നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. ഞാൻ എൻ്റെ ഹിതമനുസരിച്ച് നിന്റെ ദോഷങ്ങളെല്ലാം തുടച്ചു മാറ്റിയിരിക്കുന്നു. ഇനി ഒരു നാളും ഞാൻ അവയെ കണക്കിടുകയില്ല എന്ന വാഗ്ദത്തത്തോടുകൂടി ഇവിടെ നിന്ന് കടന്നു പോകുവാൻ, ഞങ്ങളുടെ ശാരീരിക രോഗങ്ങൾക്കുള്ളതായ സൗഖ്യം മാത്രമല്ലാതെ ഒരു പക്ഷേ ഒരു വ്യക്തി പാപം ചെയ്തിരിക്കുന്നുവെങ്കിൽ അവന്റെ പാപത്തെ ഞാൻ ക്ഷമിക്കുമെന്നുള്ളതായ വചനം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ നിറവേറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും പലവിധമായ രോഗഭാരങ്ങളാൽ, ശാരീരിക ബലഹീനതകളാൽ, അനാരോഗ്യ പരിസ്ഥിതിയിൽ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ട്, അവയവങ്ങൾ നഷ്ടപ്പെട്ട്, തൈറോയിഡ് കാരണം, ഷുഗർ കാരണം, BP കാരണം ശരീരത്തിൽ ബലഹീനരായിട്ട്, ശരീരത്തിൽ വേദന കാരണമായിട്ട് ശരീരത്തിലുള്ളതായ അവയവങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്രയോ പേർ സങ്കടവും വേദനയും അനുഭവിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി നിന്റെ ആണിപ്പഴുതുള്ള കരം നീട്ടി എല്ലാ അസ്ഥികളെയും, എല്ലാ ഞരമ്പുകളെയും, എല്ലാ അവയവങ്ങളെയും സൗഖ്യമാക്കണമേ കർത്താവേ. അമ്മയുടെ ഉദരത്തിൽ ഞങ്ങൾ ഉരുവാകുന്നതിന് മുൻപേ ഞങ്ങളെ കണ്ട ദൈവമേ, ഞങ്ങൾക്ക് മാംസവും ഞരമ്പുകളുമെല്ലാം തന്ന ജീവൻ നൽകിയത് നീയാണല്ലോ. സൗഖ്യമാക്കുന്ന യഹോവ ഞാനാണെന്ന് നീ പറഞ്ഞുവല്ലോ. കാൽവരി ക്രൂശിലേറ്റ അവന്റെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ട് എന്ന് വാഗ്ദത്ത വചനമുണ്ടല്ലോ. ആ സൗഖ്യം ഞങ്ങൾക്ക് നൽകണമേ അപ്പാ. മാനസിക വ്യതയാൽ, ദുരാത്മാവിന്റെ ശക്തികളാൽ പീഡിപ്പിക്കപ്പെടുന്ന ആളുകളെ ഈ ദിവസം നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ്. ഞങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം നൽകണമേ ദൈവമേ. സ്തുതിക്കുവാൻ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണം. ഉല്ലാസത്തിന്റെയും കോശത്തിന്റെയും ഭക്തി ഞങ്ങൾക്ക് നൽകണമേ. കഷ്ടതയിലും സന്തോഷിക്കുന്നതായ വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും നീ കൂടെയുണ്ടെന്നാണല്ലോ പറഞ്ഞത്. എന്റെ കഷ്ടതയിൽ എന്നെ ഉപേക്ഷിക്കുകയില്ല, തള്ളിക്കളയുകയില്ല എന്ന് പറഞ്ഞല്ലോ. ഈ ദിവസം ഞങ്ങളെ സഹായിക്കണമേ പിതാവേ. നിരാശപ്പെടുകയും സങ്കടപ്പെടുകയും വേദനിക്കുകയും തകരുകയും ചെയ്യുന്നതായ ആ ഭക്തിയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ കർത്താവേ. നിന്നിൽ സന്തോഷിക്കുന്നതായ ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. നിന്നിൽ ഉല്ലസിക്കുന്നതായ ഭക്തി ഞങ്ങൾക്ക് നൽകണമേ. ഏതു ഭാര്യയ്ക്കും ഭർത്താവിനും മധ്യേയാണ് ഐക്യതയില്ലാതെ, സ്നേഹമില്ലാതെ, സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങളെ ദൈവത്തിന്റെ കാര്യങ്ങളെ ചെയ്യണമേ. ഈ ദിവസം മുതൽ സമാധാനപ്പെടുവാന്, കുടുംബത്തെ ഒരുമിച്ച് പണിയുവാൻ അവരെ സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.